വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ദാ കാണുന്നത് ഇന്നലത്തെ ചോറ് കുറച്ചിരിക്കണു. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ചോറ് എടുത്തിട്ട് അരച്ചിട്ട് തലയിൽ വരട്ടാന്ന്. എന്തായാലും ഇവിടെ പശുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കരുതി ദാ നല്ല കുത്തരിയുണ്ട് ചോറാണ് കേട്ടോ. ഇത് നമുക്ക് വെറുതെ അരയ്ക്കാം, മുട്ട ചേർത്ത് അരയ്ക്കാം, പഴം ചേർത്ത് അരയ്ക്കാം. ഇപ്പോൾ ബാക്കി വന്നുകൊണ്ട് ഞാൻ വെറുതെ മാത്രം അരയ്ക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് അതിൻ്റെ തന്നെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചോറ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ മുടി ഉണ്ടല്ലോ, മുടി മാത്രമല്ല സ്കിന്നിന്ന് പെട്ടെന്ന് പറയാൻ വന്നേ. നമുക്കിത് അരച്ചിട്ട് വെറുതെ മുഖത്ത് പരട്ടിയാലും മതി, നല്ല ഗ്ലോ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്മൂത്തും സിൽക്കിയൊക്കെ ആവും നമ്മുടെ ഹെയറും. അത്രയും ബെനിഫിറ്റുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ചോറ്. ഇപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫാറ്റും കാര്യങ്ങളൊക്കെ കൂടുന്നുള്ളൂ, ഷുഗറും അതുപോലെ തന്നെ വണ്ണം വെക്കാനൊക്കെ ഈ ഒരു സംഭവം ചോറ് പൊട്ടയാണെന്ന് എല്ലാവരും പറയും. പക്ഷേ നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും പുറത്ത് അപ്ലൈ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചിട്ട് നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. വെറുതെ അരയ്ക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ തൈര് ചേർക്കാം, പഴം ചേർക്കാം, മുട്ട ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം, പ്രശ്നമില്ല. അതുപോലെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് മുടി കെടുക്കും ചെയ്യും കേട്ടോ. അടിപൊളിയാണ്. വേണമെങ്കിൽ ഇത് അരച്ചിട്ട് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ തൽക്കാലത്തിന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് പരട്ടണുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് അരച്ചെടുക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് മുടിയെന്ന് പോയിച്ചിട്ട് ബുദ്ധിമുട്ട്. അതാണ് ഞാൻ വേണമെങ്കിൽ അരിക്കാമെന്ന് പറഞ്ഞാൽ അരിക്കൽ ഭയങ്കര എളുപ്പമില്ലാത്ത പണിയാണ്. അപ്പം അതിനൊന്നും നിൽക്കുന്നില്ല. വെറുതെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്തിട്ട് ഉണങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉണങ്ങൊന്നുമില്ലെങ്കിലും മുടിയിലത്തേക്ക് ഉണങ്ങും. മുള്ളിലത്തെ മാത്രമേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തത് മാത്രമേ ഉണങ്ങാതിരിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് കഴുകിക്കളയും. പിന്നെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് കുടഞ്ഞ് കളഞ്ഞാൽ തന്നെ ഏകദേശം പോവും. പിന്നെ നല്ല ചുരുണ്ട മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോവാതിരിക്കുള്ളൂ കേട്ടോ. കുറച്ച് സ്ട്രൈറ്റ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും കേട്ടോ അത്. അപ്പോൾ അതേ എനിക്കൊരു ബൗൾ നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കേട്ടോ. കാരണം എനിക്ക് നല്ല തിക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മാതിരി ഇരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലൂസാക്കി കുറച്ച് കഞ്ഞിവെള്ളം, അതിന് തന്നെ തലേദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി അതിങ്ങനെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ വീടിൻ്റെ പുറത്ത് വന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിപ്പോയി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷെ നല്ലോണം അധികമായി പോയിട്ടോ. ഒന്നൊന്ന് ഓയിൽ ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ചോറ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. ഷാമ്പൂ നിർണ്ണയൊന്നുമില്ല. ഇത് അത്യാവശ്യത്തിന് പുരട്ടി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ വെളിച്ചെണ്ണ പോകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ പറ്റി ഷാമ്പൂ ഇട്ട് കളയാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ചോറ് ഉണ്ടല്ലോ, ആദ്യം ഇങ്ങനെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുള്ള് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യട്ടെ. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇതുപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് എളുപ്പമുള്ള വഴി, എൻ്റെ ഒരു എളുപ്പമാണ് കേട്ടോ. ബാക്കി പലരും ഇങ്ങനെയല്ല പാർട്ടീഷനായിട്ട് എടുത്ത് കെട്ടി വെച്ചിട്ടൊക്കെയാണ്. ഞാൻ പക്ഷേ ഇങ്ങനെയായിട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് കെട്ടി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും തലയിൽ പരട്ടാൻ തീരുമാനിച്ചതാണ്. അപ്പം ഞാൻ കരുതി മുഖത്തും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുളിക്കാം. അതാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചേക്കണേ. അടിപൊളിയാണ് കേട്ടോ. അത് തലയിലായാലും നമ്മുടെ സ്കിന്നിലായാലും നല്ലതാണ്. നല്ല സോഫ്റ്റ് ആവും. ഈ വേനൽക്കാലത്ത് പറ്റിയൊരു ഫേസ് മാസ്കാണ് കേട്ടോ. ഫേസ് മാസ്കുമാണ്, ഹെയർ മാസ്കുമാണ്, ഒക്കെയാണ്. അധികം ചിലവൊന്നും ഇല്ലാതെ തലേ ദിവസത്തെ ചോറ് നമുക്ക് കളയണ്ട. ഇവിടെ ആണെങ്കിൽ പശുക്കളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കളയാതിരിക്കാനുള്ളൊരു വഴി കൂടിയാണ്. അതുകൊണ്ട് പഴയ ചോറുകൊണ്ട് ഒരുപാട് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ്സിന് ശേഷം നമുക്കൊന്ന് ഫുള്ളങ്ങോട്ട് കുളിക്കാം. ഞാൻ എന്താ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഉണങ്ങിയിട്ടൊന്നുമില്ലേ മുടി, പതുക്കെ ഞാൻ ഉണക്കുള്ളൂ. മുടി ഇങ്ങനെ കിടന്ന് ഉണങ്ങിയാൽ മതി എന്നാണ് വിചാരിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അത് സ്കിന്നും കണ്ടില്ലേ, എല്ലാ അത്യാവശ്യത്തിന് സ്മൂത്ത് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പഴയ ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിക്കോ. വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്ക് സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി റിസൾട്ടാണ്. നമ്മൾ പിന്നെ അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ നാളത്തേക്ക് നോക്കുകയാണെങ്കിൽ മുടി നല്ല ബൗൺസി ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രൈറ്റ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ നമുക്ക് സഡൻ ആയിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കും കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി വളരും, മുടി ഉള്ളു വയ്ക്കും ഒക്കെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിലും നല്ല മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇത്രയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.